ഇറാനിൽ നിന്നും ഇന്ത്യക്കാർ ഉടൻ തന്നെ പുറത്തു കടക്കണം. ഒരു നിമിഷം പോലും അവിടെ തുടരാൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവന അവിടെ തുടർന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൗരന്മാർ അനുസരിച്ചില്ല എന്ന് വ്യക്തമാക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്ത്. പലതവണ ഇന്ത്യക്കാർക്ക് അവിടെ നിന്നും ഇറാൻ വിട്ടുപോകണമെന്ന മുന്നറിയിപ്പുകൾ നൽകിയതാണ്. എന്നാൽ ചില വിദ്യാർത്ഥികൾ അടക്കം നിരുത്തരവാദപരമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഏകദേശം 4000-ലധികം ഇന്ത്യക്കാർ ഇറാനിൽ മാത്രമായി തന്നെ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഇവിടെ നിന്നും മിക്കവാറും സർക്കാരിന്റെ സഹായത്തിനായി തന്നെ ഇത്തരം കാര്യങ്ങളായി കാത്തു നിൽക്കരുത് എന്ന് ഈ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ്. അതായത് അതിനു മുൻപേ തന്നെ അവിടെ നിന്നും പലായനം ചെയ്യുകയും ചെയ്യണം എന്നതായിരുന്നു വ്യക്തമാക്കിയത്. എന്നാൽ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഈ പൗരന്മാരാകട്ടെ ഈ അറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടെ തന്നെ തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് അവർക്ക് തന്നെ ഇപ്പോൾ വമ്പൻ തിരിച്ചടിയായി മാറുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അത് അതീവ രൂക്ഷമായി തന്നെ മുറുകുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നൽകിയ സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലും പാലിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ തുടരുന്നതായി തന്നെ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത്. ഇറാൻ വിട്ടുപോകാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിരുന്നെങ്കിൽ പോലും പലരും അത് അനുസരിക്കാതെ തന്നെ അവിടെ തുടരുകയാണ്. അത് അനുസരിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി തന്നെ രാജ്യം നടത്തുന്ന ശ്രമങ്ങളെ ഇത്തരം നിരുത്തരവാദപരമായ സമീപനങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനിൽ നിലവിൽ 4000-ഓളം ഇന്ത്യക്കാരുണ്ടെന്നതാണ് കണക്ക്. ഇതിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളാണ്. ഇസ്രായേൽ ഇത്തരത്തിൽ തിരിച്ചടികൾ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ മേഖലയിലെ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെ സങ്കീർണമായി നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു രീതിയിലേക്ക് ഇവർ എത്തി നിൽക്കുന്നത്. ഈ ഘട്ടത്തിലാണ് എത്രയും വേഗം മടങ്ങാൻ വിദേശകാര്യ മന്ത്രാലയം പോലും നിർദ്ദേശം നൽകിയത്. എന്നാൽ പഠനവും മറ്റ് വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പലരും ഇറാനിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു, എന്നാൽ ചിലർ അത് അവഗണിച്ചു. ഇപ്പോൾ സ്ഥിതി മാറിക്കൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ജയശങ്കറിന്റെ വാക്കുകൾ. സർക്കാർ സംവിധാനങ്ങൾ വഴി അവിടെ സുരക്ഷിതമായി മടങ്ങാൻ അവസരം ഒരുക്കിയിട്ട് പോലും അത് പ്രയോജനപ്പെടുത്താതെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഇവർ എത്തി നിൽക്കുന്നതെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാനിലെയും ഇസ്രായേലിലെയും ഇന്ത്യൻ എംബസികൾ ആ സ്ഥിതിഗതികൾ രൂക്ഷമായി തന്നെ ഇവിടെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. യുദ്ധം തുടങ്ങിയാൽ വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്നും മടക്ക യാത്ര കൂടുതൽ ദുഷ്കരമായിരിക്കുമെന്ന് പോലും ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനു മുൻപ് നടന്ന യുദ്ധം, അതായത് റഷ്യ യുക്രൈൻ യുദ്ധകാലത്ത് പോലും വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവസരത്തിൽ പോലും ഇന്ത്യ ആകട്ടെ ഓപ്പറേഷൻ ഗംഗ വഴി 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഇവിടെ സാഹസികമായി തന്നെ നാട്ടിലെത്തിച്ച അനുഭവം ഭാരതത്തിനുണ്ട്. എന്നാൽ മുൻകൂട്ടി നിൽക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ അത്യാവശ്യമാണ് എന്ന കൂടെ ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പ്രവാസികളുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്നും എന്നാൽ പൗരന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കാൻ തങ്ങൾക്ക് അവസരമുണ്ട് എന്നൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ ജയശങ്കർ ഉന്നയിക്കുന്നത്. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യക്കാരുമായി തന്നെ എംബസി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഏതൊരു അടിയന്തര സാഹചര്യം നേരിടാൻ പോലും രാജ്യം സജ്ജമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ആത്മവിശ്വാസം പകർന്നു നൽകുന്നത്. എന്നാൽ ഇതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ചില ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കാതെ തന്നെ അവിടെ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം രാജ്യത്ത് തന്നെ ഉള്ള ഭരണാധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്നതാണ് ഈ ഒരു അവസരത്തിൽ, യുദ്ധം ഇത്രയധികം കൊടുമ്പിരി കൊള്ളുന്ന അവസരത്തിൽ വ്യക്തമാക്കാനുള്ളത് എന്നതാണ് ഒരു വിലയിരുത്തലായി തന്നെ പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.